അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എന്തൊക്കെയാണ് തന്നതെന്നുള്ള രീതിയിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 373 കെൽവിനാണ് തന്നത്. വേപ്പർ പ്രഷർ എത്രയാണെന്നാണ് പറഞ്ഞത്? നമുക്ക് സൊല്യൂഷൻ തന്നു. സൊല്യൂഷൻ എന്താ, 5% സൊല്യൂഷനാണെന്ന് പറഞ്ഞു. വേപ്പർ പ്രഷറിന് എത്രയാണ് തന്നത്? വേപ്പർ പ്രഷർ 745 mm ആണെന്ന് പറഞ്ഞു. വേറെ ഒന്ന്, മോളാർ മാസ് ഓഫ് സോൾവെൻ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യനിൽ എന്താ തന്നെ, ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നതെന്ന് ക്ലിയർ ആക്കുക. ഓക്കെ, നമ്മളിവിടെ സോൾവെൻ്റ് എന്താ നമുക്ക് തന്നെ, എക്വ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾവെൻ്റ് അറിയാൻ എന്താണ്, വാട്ടറാണ്. ഓക്കെ, സോൾവെൻ്റ് എക്വ സൊല്യൂഷനിൽ എന്താണെന്ന് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് വാട്ടറാണെന്ന് കൺസിഡർ ചെയ്യും. ഓക്കെ, എക്വ സൊല്യൂഷൻ എന്ന് പറയുന്നത് വാട്ടർ സോൾവെൻ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കെന്താ പോളാർ സൊല്യൂഷൻസ് എക്വ സൊല്യൂഷൻസ് ആണെന്ന് നമുക്ക് എടുക്കാം. പക്ഷെ അത് സ്പെസിഫൈ ചെയ്യുന്നവരെ നമുക്ക് എന്താ, എക്വ സൊല്യൂഷൻ നമ്മളെ വാട്ടറാണ്. ഓക്കെ, നമുക്ക് എം ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, മോളാർ മാസ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ട് എന്താണ്, നോൺ വോളറ്റൈൽ ആണല്ലേ. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യാൻ നമുക്ക് ഈ ഇക്വേഷനിലോട്ടേക്ക് എത്തണം. ഈ ഇക്വേഷൻ നമ്മൾ കണ്ടോ, ഇത്ര നേരമായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ കണ്ടില്ല. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പഠിക്കണം. അത് കഴിഞ്ഞ് വന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര നേരം എന്തായിരുന്നു നമ്മൾ ഇക്വേഷൻ, ഇതായിരുന്നു നമ്മൾ ഇക്വേഷൻ അല്ലേ. P - P0/P0 = x2 അല്ലേ. ഇതല്ലേ നമ്മൾ കൺക്ലൂഡ് ചെയ്ത ഇക്വേഷൻ. ഇവിടെ നമ്മൾ പറയുന്നു N2നെ അപേക്ഷിച്ച് N1 അപേക്ഷിച്ച് N2ൻ്റെ വാല്യൂ എന്താണ്, വളരെ 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 ചെറുതാണ്. ഓക്കെ, നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സോൾവെൻ്റെ വാല്യൂ എന്താണ്, സൊല്യൂട്ടിൻ്റെ വാല്യൂ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്രോക്സിമേറ്റ് ചെയ്യുന്നു ഫോർ കാൽക്കുലേഷൻ. അപ്രോക്സിമേഷൻ എന്താ, N1 + N2 is almost equal to N1. അതിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇവിടെ കണ്ടോ, N1 is very much greater than N2 in dilute solution. ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ്. ഓക്കെ, ഡൈല്യൂട്ട് സൊല്യൂഷന് നമ്മൾ എന്തെടുക്കുന്നു, ഡൈല്യൂട്ട് സൊല്യൂഷൻസിന് നമ്മൾ N1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ N2 ആണ് എടുക്കുന്നു. ഓക്കെ, N1 എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസും N1 എന്ന് പറയുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് സോൾവെൻറ്റും. സൊല്യൂട്ടും. N1 എന്ന് പറയുന്നത് സോൾവെൻറ്റും N2 എന്ന് പറയുന്നത് സൊല്യൂട്ടും. ഓക്കെ, നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തത് വളരെ കുറവാണ് അല്ലേ. നമ്മൾ ഇക്വേഷൻ എന്താവുന്നു, ഇക്വേഷൻ നമ്മൾ P0 - P/P0 = എന്താ എഴുതുന്നു, N2/N1 എഴുതുന്നു. ഓക്കെ, N2/N1 നമുക്ക് എങ്ങനെ എഴുതാം, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് മോൾസ് = ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ. അതല്ലേ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഗിവൺ മാസ് എങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, W ആയിട്ട്. മോളാർ മാസ് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, M ആയിട്ട്. ഇപ്പോൾ സോൾവെൻറ്റിൻ്റെ പറയുന്നെങ്കിൽ 1 ആഡ് ചെയ്ത് കൊടുക്കും, സൊല്യൂട്ടിൻ്റെ പറയുന്നെങ്കിൽ 2 ചെയ്ത് കൊടുക്കും. ഓക്കെ, അതന്നെ സോൾവെൻറ്റിൻ്റെ കേസിൽ, മോളിക്കുലർ മാസിൻ്റെ കേസിലും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇക്വേഷനിലോട്ടേക്ക് എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാമല്ലോ. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, P0 - P/P0 = W2/W. ഞാൻ ജസ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്താൽ കേട്ടോ, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ
എന്ത് എഴുതുന്നു? W2 ബൈ N2 ബൈ N1 ആണല്ലേ. N2 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? W2 ബൈ M2 ഇതിന് ഈക്വലാണല്ലേ. പിന്നെന്താ? ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്? W1 ബൈ M1 ആണല്ലേ. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും? N2 ബൈ N1 ഇസ് ഈക്വൽ ടു W2 ബൈ M2 ഇൻറ്റു ഇവിടെ W1 അല്ലേ വരിക, W1 ബൈ M1 ആണല്ലേ വരുന്നത്. ഈ M1 നമുക്ക് എവിടെ എഴുതാം? ന്യൂമറേറ്ററിൽ എഴുതാം അല്ലേ. ആ ന്യൂമറേറ്ററിൽ ഇത് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും അല്ലേ ഫോർമുല. N2 ബൈ N1 ഇസ് ഈക്വൽ ടു W2 ബൈ M1 അല്ലേ, W2 ഇൻറ്റു M2 W2 ഇൻറ്റു M2 ഇൻറ്റു M2 ഇൻറ്റു W1. അതെങ്ങനെ കുറച്ചും കൂടെ വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ W2 ബൈ W1 ഇൻറ്റു M1 ഇൻറ്റു M2 ഇങ്ങനെ എഴുതിയാൽ എന്ത് ചെയ്യാം? ഇക്വേഷൻ ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. എന്ത് ചെയ്യാം? നമുക്ക് M2 ആണ് കണ്ടുപിടിക്കട്ടെ. മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊത്തം ചെയ്യുന്നതല്ലേ. ഈ ഇക്വേഷൻ നമ്മൾ മൊത്തം മോഡിഫൈ ചെയ്ത് മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോളാർ മാസ് എന്താ? മോളാർ മാസ് ഇവിടെയാണ് കിടക്കുന്നത് M2. ഈ M2 എന്നുള്ള വാല്യൂവിനെ ഈ വാല്യൂവിൻ്റെ അടുത്തും ഈ വാല്യൂ ഇങ്ങോട്ടേക്കും കൊണ്ടുവരുന്ന ഇക്വേഷൻ എന്താകും? M2 ബൈ M2 ഇസ് ഈക്വൽ ടു നമുക്ക് P0 മൈനസ് P ബൈ P0നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അതെന്താവും? P ബൈ P0 ബൈ P0 ആണ്. P0 മൈനസ് P ഇൻറ്റു ബാക്കി ടേംസ് അവിടെ തന്നെ അതുപോലെ തന്നെ ഉണ്ടാവും അല്ലേ, ഒരു വ്യത്യാസവും ഇല്ലാണ്ട്. എന്താണ്? W2 ഇൻറ്റു അല്ല W2 ബൈ W1 ഇൻറ്റു M2 ആയിരുന്നു. M2 അപ്പുറത്ത് പോയി ഇവിടെ അല്ല M1 ആണല്ലേ. ഓക്കെ, അവിടെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവിടെ M2 ആണ്, M1 അല്ല കേട്ടോ. ഈ M2നെയാണ് നമ്മൾ അപ്പുറത്തോട്ടേക്ക് കൊണ്ടുവരുന്നത്. W1 ഇൻറ്റു ഇവിടെ M1 വരും. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഇതൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ. സിമ്പിളാണ്. ഓക്കെ, നമ്മൾ എന്ത് കണ്ടായിരുന്നു? കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ആണ് കണ്ടത് അല്ലേ. അവിടെ മോളാർ മാസ് നമുക്ക് എന്ത് വേണം? നമ്മൾ ഇക്വേഷൻ നോക്കുക. നമ്മൾ കണ്ടുപിടിക്കേണ്ട M2 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ? P0 മൈനസ് ഇല്ല നമ്മൾ ഇക്വേഷൻ എന്താ? P0 minus P0 by P0 is equal to P0 minus P by P0 is equal to എന്താണ് നമ്മൾ ഇക്വേഷൻ? W2 by W1 ഇൻറ്റു
ഇവിടെ m2 ഇൻറ്റു m1 ആണ് നമ്മൾ ഇക്വേഷൻ. നമുക്ക് m2 ആണ് വേണ്ടത്. അപ്പോൾ m2നെ നമ്മൾ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളടുത്ത് എന്തുണ്ട്? W1 നമുക്ക് സോൾവെൻ്റ് എന്ന സൊല്യൂട്ടിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 5. സോൾവെൻറ്റിൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 95. മോളാർ മാസം നമുക്ക് വാട്ടറിൻ്റെ എത്രയാണെന്നറിയാം. വാട്ടറാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? സോൾവെൻ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, എക്വ സൊല്യൂഷനാണ്. അപ്പം മോളാർ മാസ് എന്താ? വാട്ടറിൻ്റെ മോളാർ മാസ് H2O ആണ് ഫോർമുല. 2 + 2 എങ്ങനെ വന്നേ? H1ൻ്റെ 1ഉം 1 × 2 മനസ്സിലായിനോ? 1 × 2 + 16 ഇതാണ് മോളാർ മാസ്. ഇതൊക്കെ ബൈഹാർട്ടായിരിക്കണം കേട്ടോ. 18 ആണ്. പിന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് നമ്മളെന്താണ് പ്യുവർ കോമ്പണൻറ്റ് സോൾവെൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ അറ്റ് 373 കെൽവിൻ. 373 കെൽവിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ 1 കെൽവിൻ എന്ന് പറയുന്നത് അല്ല, 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. അപ്പോൾ 373 കെൽവിൻ എന്ന് പറയുമ്പോൾ എന്താവും? 100 ഡിഗ്രി സെൽഷ്യസ് ആവും അല്ലേ? 273 + 100 അല്ലേ 373 കിട്ടുന്നത്. അങ്ങനെയല്ലേ നമ്മൾ സെൽഷ്യസിനെ കെൽവിനിലോട്ടേക്ക് മാറ്റുന്നത്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ബോയിലിംഗ് പോയിൻ്റാണ് കൊടുത്തിട്ടുണ്ട്. അപ്പം ബോയിലിംഗ് പോയിൻറ്റിൽ വാട്ടറിൻ്റെ ഇതെന്താണ്? പാർഷ്യൽ പ്രഷർ 1 atm പ്രഷർ നമുക്ക് എന്തുണ്ട്? ഫോർമുല, കൺവേർട്ടിംഗ് ഫോർമുലയുണ്ട്. അപ്പോൾ അതെന്താ? 1 atm പ്രഷർ = 760 mmHg ആണ്. അപ്പോൾ അത് വാട്ടറിൻ്റെ കേസിൽ മാത്രമാണ്, ബാക്കി സോൾവെൻറ്റിന് മാറും. അപ്പം സോൾവെൻറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ബോയിലിംഗ് പോയിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം? പ്യുവർ കോമ്പണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ 760 എടുക്കാം. പാർഷ്യൽ പ്രഷർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? നമുക്ക് 745 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചൂടെ? ഇവിടെ എന്താവും? ഈക്വേഷൻ ഏതാണ്? P0 - P/P0 ആണ്. P0 എത്രയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്? 760 ആണ്. P എന്താണ്? 745/760. പിന്നെന്താ നമുക്ക് തന്നിട്ടുള്ളത്? 5 × 5 എന്താണ്? മോളാർ മാസ് ഓഫ് W2/W1 × m2 × m1. ഇതെങ്ങനെയാണ്? W2 നമുക്ക് തന്നിട്ടുണ്ട് 5 ആണ്. W1 നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 95 ആണ്. m2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. m1 എത്രയാണ്? 18 ആണല്ലേ. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ എത്ര കിട്ടും? ഇതിനെ ഞാൻ എമ്മിനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ എന്താവും? m ന്യൂമറേറ്ററിലെത്തും, 15 ഡിനോമിനേറ്ററിലും 760 എന്താവും? ന്യൂമറേറ്ററിലും എത്തും. അപ്പോൾ ഇക്വേഷൻ എന്താവും? ഇങ്ങനെ ആവില്ലേ? ഇത് ബേസിക് കാൽക്കുലേഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അലൗഡ് അല്ലേ? കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും? 48 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിന് നമുക്ക് നെക്സ്റ്റ് ചെയ്യാം കേട്ടോ.